കായിക മാമാങ്കത്തിനായി അങ്കത്തട്ട് തയ്യാറായി കഴിഞ്ഞു. ഈ വർഷം നടക്കുന്ന 33ാം ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് വിപ്ലവത്തിന്റെയും കലയുടെയും തീനാളങ്ങൾക്ക് ജീവനേകിയ പാരീസ് ആണ്. ഇന്ന് ജൂലൈ 26-ന് ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായ ദീപശിഖ തെളിയുക. വിശുദ്ധ നദി എന്നർത്ഥമുള്ള സെൻ നദിയുടെ കൈക്കുമ്പിളിലാണ് ഒളിമ്പിക്സ് താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടക്കുക. ചരിത്രത്തിൽ ആദ്യമായി പ്രധാന വേദിക്ക് പുറത്താണ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾ അരങ്ങേറുക. 2024 ഏപ്രിൽ 16-ന് ഗ്രീസിലെ ആഥൻസിൽ ആചാരപൂർവ്വം തെളിയിച്ച ദീപമാണ് ഇന്ന് പാരീസ് സമയം രാത്രി 8:24-ന് ഗെയിംസ് വേദിയിലേക്ക് പകരുക. അത്ലറ്റിക്സ് ട്രാക്കിലൂടെ മാർച്ച് ചെയ്യുന്നതിനു പകരം കായിക താരങ്ങളും വനിതകളും തലസ്ഥാന നഗരത്തിലൂടെയുള്ള പരേഡിന്റെ ഭാഗമാകും. സെൻ നദിയിലൂടെയാണ് താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടക്കുക. അത്ലറ്റുകൾ ഏകദേശം 100 ബോട്ടുകൾ 6 കിലോമീറ്റർ ദൂരമാകും സഞ്ചരിക്കുക. ഈഫൽ ടവറിന് സമീപമുള്ള ട്രൊക്കാദറോയിൽ ബോട്ടുകൾ എത്തിയ ശേഷമാകും ഔദ്യോഗിക പ്രോട്ടോകോളുകൾ ആരംഭിക്കുക. ഒളിമ്പിക് കോൾഡ്രൻ പകർന്നുകൊണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഫ്രഞ്ച് തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുകൂടെ നദിയിലൂടെ 6 കിലോമീറ്റർ ഫ്ലോട്ടിംഗ് പരേഡും ഉണ്ടാകും. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന പരിപാടികൾ ഏറെ പുതുമയുള്ളതും കണ്ണിനും മനസ്സിനും വിസ്മയ വിരുന്നൊരുക്കും എന്നതിനും സംശയമില്ല. ഫ്രഞ്ച് നാടക സംവിധായകനും നടനുമായ തോമസ് ജോളിയാണ് പാരീസ് ഒളിമ്പിക് പാരാലിമ്പിക് ചടങ്ങുകളുടെ മേൽനോട്ടം വഹിക്കുന്നത്. ഏറ്റവും വലിയ ഉദ്ഘാടന ചടങ്ങായിരിക്കും പാരീസ് 2024 എന്നാണ് നിഗമനം. ടിക്കറ്റ് ലഭിക്കാത്ത പാരീസിലുള്ള കാണികളെയും അധികൃതർ ഇത്തവണ പരിഗണിച്ചിരിക്കുകയാണ്. നഗരത്തിലുടനീളം സജ്ജീകരിച്ചിരിക്കുന്ന 80 കൂറ്റൻ സ്ക്രീനുകളിൽ ഉദ്ഘാടന ചടങ്ങുകൾ തത്സമയം തന്നെ സ്റ്റേഡിയത്തിന് പുറത്തുനിന്നും കാണാനുമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 206 രാജ്യങ്ങളിൽ നിന്നുള്ള 10,500 കായിക താരങ്ങളാണ് 16 ദിവസങ്ങളിലുമായി മത്സരിക്കാനായി എത്തുക. സുരക്ഷാ കാരണങ്ങളാൽ ചടങ്ങുകളുടെയും പങ്കെടുക്കുന്ന കലാകാരന്മാരുടെയും പൂർണ്ണ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ഇന്ത്യയിൽ നിന്നും ഒളിമ്പിക്സ് യോഗ്യത നേടിയ 117 താരങ്ങളും ലോകവേദിയിൽ മാറ്റുരയ്ക്കുവാനായി എത്തുന്നുണ്ട്. മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ സ്വർണ്ണ തിളക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. നമുക്കും പങ്കുചേരാം ആ മഹാമാമാങ്കത്തിന്.